കേക്ക് ബ്ലോഗിലോട്ടൊക്കെ എല്ലാവരും നമ്മൾ ഇന്ന് 5 days ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാനായി ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉച്ചയുള്ള ചോറില്ല വീട്ടിൽ, ആ ചോറ് വെച്ച് നമുക്ക് എളുപ്പം തയ്യാറാക്കുന്ന ഫ്രൈഡ് റൈസാണ്. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് ചോറ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു മിച്ചം. കൃഷ്ണൻ്റെ അച്ഛൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചോറ് മിച്ചമുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്യാരറ്റ്, ബീൻസ്, പിന്നെ തക്കാളി, അങ്ങനെ നമുക്ക് കുറച്ച് മല്ലിയില, പിന്നെ ചെറി, പിന്നെ നമുക്ക് എന്ത് വേണേൽ ഇടാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. അതൊക്കെ ഫ്രൈ ആക്കിയിട്ട് അതിലൂടെ തക്കാളി ഫ്രൈ ആക്കത്തില്ല, ബാക്കി സാധനമൊക്കെ ഫ്രൈ ആക്കി എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണം നമ്മൾ ഫ്രൈ ആക്കാൻ. ചെറി ഫ്രൈ ആക്കണ്ട, തക്കാളിയും ഫ്രൈ ആക്കണ്ട, ബാക്കി എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ചോറ് നമുക്ക് കിട്ടിയ ചോറ് അതിനകത്തോട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അത് ഇതാക്കുക, കുറച്ച് ഉപ്പിടുക, അത്രേ വേണ്ടു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പൊക്കെ ഇതിനകത്തോട്ട് ഫ്രൈ ആക്കി ഇടും, കിസ്മിസ്, കശുവണ്ടി, അപ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ മല്ലിയില ഇടും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്, വേറെ ഒന്നുമില്ല. നമുക്ക് എളുപ്പം വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. തിന്ന് നോക്കിയത് കൃഷ്ണ, തിന്ന് നോക്കിയേ, തിന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഹായ്, ഞാനും കഴിച്ചു. സൂപ്പറാണ്, ചെയ്ത് നോക്കണേ. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിയണം, പറയാൻ മറന്നുപോയി. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിയണം ലാസ്റ്റ്. ഇത്രയല്ലേ ഞങ്ങളുടെ 5 days വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ബെല്ലൈക്കൻ വെക്കണം. താങ്ക് യു. ബെല്ലൈക്കൻ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു.